ആളുകൾ പ്രചരിപ്പിച്ചൊരു കാര്യം, സർക്കാരും അതിനോടനുബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഉപഭോക്താക്കളും ഒക്കെ പ്രചരിപ്പിച്ചൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, മദ്യത്തിൻ്റെ ലഭ്യതക്കുറവാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം മാരക രാസലഹരി വ്യാപിക്കാനുള്ള കാരണമെന്ന്. പക്ഷെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, മദ്യപിച്ചുകൊണ്ടിരുന്നവരാരുമല്ല ഇന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണക്ക് കേരളത്തിലുണ്ടോ? ഒരു പഠനം നടന്നിട്ടുണ്ടോ? ഉണ്ട്. നിശ്ചയമായിട്ടും മദ്യപിച്ചുകൊണ്ടിരുന്നവരല്ല. ഇപ്പം ഇദ്ദേഹം മദ്യപിക്കുന്ന ആളാണ്, ഫിലിപ്പോസ് പഠിക്കല്. അദ്ദേഹം മദ്യപിക്കുന്നില്ലല്ലോ, അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ലല്ലോ. ഞാൻ മദ്യം ഫിലിപ്പോസ് ചേട്ടൻ എന്തുകൊണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല? അതിന്റെ ദോഷങ്ങൾ എനിക്കറിയാം. അപ്പൊ മദ്യത്തിന്റെ ദോഷം അറിയാത്തതിന്റെ കാരണം? മദ്യത്തിന്റെ ദോഷം എനിക്കറിയാം. മദ്യത്തിന്റെ ദോഷം എന്ന് പറയുന്നത് കുറവാ. മദ്യം കഴിച്ചാൽ ശരീരത്തിന് ഉണ്ടാക്കുന്ന ഒരു നേട്ടം പറ. അദ്ദേഹം ക്രിസ്ത്യാനിയാണോ? ക്രിസ്ത്യാനി. ബൈബിൾ ഉണ്ടോ വീട്ടില്? ബൈബിളും ഉണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ബൈബിൾ എടുക്കണം. എന്നിട്ട് അല്ലെങ്കിൽ ഇപ്പം വിളിച്ച് ചോദിച്ചാൽ മതി ഭാര്യയോട്. 1 തീമോഥെയോസ് 5:23 എടുക്കുക. എന്നിട്ട് ചോദിക്കാം മദ്യം കുടിച്ചാലുണ്ടാകുന്ന ഗുണം എന്താണെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ പറയേണ്ട കാര്യമില്ല. 1 തീമോഥെയോസ് 5:23 ആകെ തന്റെ അജീർണത മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ പച്ചവെള്ളം മാത്രമല്ല അല്പം വീഞ്ഞുകൂടെ കഴിക്കുന്ന ബൈബിളിലുണ്ടെന്ന് സ്ഥിരമായി ഭാര്യയെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് ജോമോൻ ബൈബിൾ എടുക്കേ. ബൈബിൾ വായിച്ചു നോക്കേ. ഒരു സെക്കൻഡ്, ആ ലേഡിക്ക് എന്തോ പറഞ്ഞു. ഇതേ ക്രിസ്ത്യാനികൾ തന്നെ വൈനില് മദ്യം ചേർക്കുന്നുണ്ട്, ഇല്ലേ സാർ? റമ്മ് ചേർക്കുന്നുണ്ട്, എല്ലാം ചേർക്കുന്നു. ഇതേ ക്രിസ്ത്യാനികൾ തന്നെയാണ് നമ്മുടെ ഉപവാസം കഴിഞ്ഞതിന് ശേഷം വൈനും റമ്മ് ഒഴിച്ചതിന് ശേഷം അത് യേശുവിന്റെ രക്തമായിട്ടും അപ്പമായിട്ടും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ എല്ലാത്തിലും മദ്യം കൊടുക്കുന്നുണ്ട്. പ്രസാദമായിട്ട് കൊടുക്കുന്നത് കള്ളായിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും ദൈവങ്ങൾക്ക് പ്രസാദം കള്ളായിട്ട് കൊടുക്കുന്നതുണ്ട്, ക്രിസ്ത്യാനി കൊടുക്കുന്നതുണ്ട്. കള്ളപ്പമുണ്ട്. നമ്മൾ മലയാളികളെ കള്ളപ്പം കഴിക്കത്തില്ലേ? കള്ളുകൾ കൊടുക്കുന്ന കടകളുണ്ട്, കള്ളു ഷാപ്പുകളുണ്ട്, തെങ്ങും കള്ളുണ്ട്, നമ്മൾ കൊടുക്കുന്നതുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അതില് റമ്മ് യഥാർത്ഥ വൈൻ എന്താണ്? യഥാർത്ഥ വൈൻ രൂപിക്കുന്ന സമയത്ത് റമ്മ് അതിൽ ചേർക്കുന്നതാണ്. കേക്കുകളിൽ റമ്മ് ചേർക്കാറുണ്ട്, റമ്മ് ചേർക്കാറുണ്ട്, എല്ലാത്തിലും റമ്മ് ചേർക്കാറുണ്ട്. മദ്യം ഉപയോഗിച്ചിട്ട് മറ്റെന്തെങ്കിലും ശാരീരികമായ ഉണ്ടായ നേട്ടം, ഒരു നേട്ടം പറഞ്ഞാൽ മതി. എനിക്ക് ഒരുപാട് ജോലി, ഞാൻ വളരെ ജോലി തിരക്കുള്ള ഒരാളാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. രാവിലെ മുതൽ അല്ല, എനിക്ക് ഞാൻ അഡ്വർടൈസിംഗ് കമ്പനി നടത്തുന്ന ആളാണ്. ഒരുപാട് വർക്കുകളുണ്ട്. ക്ഷീണിച്ച് വരുമ്പോൾ വൈകിട്ട് ഒരു ബഗ് കഴിച്ചാൽ എനിക്ക് വളരെ ഫ്രഷാണ് രാവിലെ എഴുന്നേക്കാൻ. ഞാൻ രാവിലെ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ 3 മണിക്കൂർ എക്സർസൈസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇതുവരെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. ഞാൻ റെസ്പോൺസിബിൾ ഡ്രിങ്കറാണ്.